Hello friends, welcome to channel. 𝙑𝙞𝙙𝙬𝙧 channel. My name is Ajay. Now, we are going to use a smart plug. This is Helea brand. We are chance to famous brand. Amazon and Flipkart available. This is 10 ampere low utilities use mobile phone use high heater 16 ampere 795 price Amazon best buy link in the description channel support description link try 795 ഇപ്പോൾ നമുക്ക് സെല്ലിന പ്രൈസ് അപ്പോൾ മിക്കതും നമ്മുടെ വിപ്രോ സംഭവങ്ങളൊക്കെ ഇതിന്റെ പ്രൈസ് കൂടുതലാണ് അപ്പോൾ അത്യാവശ്യം ഒരു പ്രൈസ് കുറഞ്ഞ മോഡലും നല്ലൊരു റിവ്യൂ ഉള്ള സംഭവം മോഡലാണ് ഈ ഹീലിയയുടെ സംഭവം ട്ടാ അപ്പോൾ ഇവിടെ ലോ പവർ അപ്ലയൻസസ് എന്ന് കൊടുത്തിട്ടുണ്ട് വർക്ക്സ് വിത്ത് ആമസോൺ അലക്സ അതുപോലെ വർക്ക്സ് വിത്ത് ഗൂഗിൾ അസിസ്റ്റന്റ് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ചാനൽ പുതിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെൽ ഐക്കൺ പ്രസ് നോട്ടിഫിക്കേഷൻ ആക്കാനും മറക്കണ്ട ട്ടോ അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ലിങ്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട പിന്നെ നമ്മുടെ ഗിവ് അവേ വീഡിയോ നമ്മൾ റീസെൻ്റ്ലി ഒരാഴ്ച മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കാണാത്തവർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ലിങ്ക് കിട്ടും നമ്മൾ റൂട്ടറാണ് കൊടുക്കുന്നത് 10 റൂട്ടർ ഗിവ് ചെയ്യുന്നുണ്ട് അപ്പോൾ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ ഈ സ്റ്റെപ്സുകളാണ് പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് ഹീലിയ സ്മാർട്ട് പ്ലഗ് എന്ന് കൊടുത്തിട്ടുണ്ട് ഹീലിയ 10 ആംപിയർ സ്മാർട്ട് പ്ലഗ് ലോ പവർ അപ്ലയൻസസ് എന്ന് കൊടുത്തിട്ടുണ്ട് പ്രൊഡക്റ്റ് ഐഡിയ ആയിട്ട് SP10D എന്നൊരു മോഡലാണ് പിന്നെ 10 ആംപിയർ ഞാൻ നേരത്തെ പറഞ്ഞു പിൻ ടൈപ്പ് D ആണെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ നെറ്റ് ക്വാണ്ടിറ്റി പറഞ്ഞാൽ മോഡൽ നമ്പർ JX09 എന്നാണ് മാനുഫാക്ചറിംഗ് ഡേറ്റ് വരുന്നത് ജനുവരി 2021 ആണ് പിന്നെ റീറ്റെയിൽ പ്രൈസ് വരുന്നത് 1999 ആണ് വരുന്നത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 795 അങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രൈസ് വരുന്നത് 799 ആയിട്ടും പ്രൈസ് കുറവാണ് എപ്പോഴും പിന്നെ നമുക്കിപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീറ്ററായിട്ട് വിപ്രോൻ്റെ സ്മാർട്ട് പ്ലഗ് അതുപോലെ ആമസോണിൻ്റെ സ്മാർട്ട് പ്ലഗ് ഒക്കെ ഇതിൻ്റെ പ്രൈസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഏറ്റവും പ്രൈസ് കുറഞ്ഞൊരു നല്ല സാധനം നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹീലിയയുടെ നോക്കാം നല്ല സംഭവമാണ് നല്ല ക്വാളിറ്റി ബ്രാൻഡ് തന്നെയാണ് കേട്ടോ അതുപോലെ ഈ സൈഡിലായിട്ട് സ്മാർട്ട് പ്ലഗ് എന്ന് കൊടുത്തിട്ടുണ്ട് സേ ഹലോ ഈസിയർ ടുമാറോ എന്ന് കൊടുത്തിട്ടുണ്ട് സെറ്റ് ടൈമർ ഫീച്ചർ ഉണ്ട് നമുക്ക് വോയിസ് കൺട്രോൾ ഫീച്ചർ ഉണ്ട് ഹബ്ബ് ആവശ്യമില്ല കൺട്രോൾ ഫ്രം എനിവെയർ ഉണ്ട് പിന്നെ ലിങ്ക് വിത്ത് അതർ ഹീലിയ ഡിവൈസസും കൊടുത്തിട്ടുണ്ട് പിന്നെ കാര്യമായിട്ട് ഈ സൈഡിലായിട്ട് നമുക്ക് മോണിറ്റർ മൊബൈൽ ഇതെന്താ സംഭവം ഇതൊക്കെ സംഭവിക്ക് മനസ്സിലായില്ല ഹീറ്ററാണെന്നുണ്ട് ഇല്ല ഹീറ്ററല്ല നമ്മളെന്താ പറയുക കൂളർ പോലെ സംഭവമുണ്ട് പിന്നെ പ്ലഗ്സുകൾ ബൾബ് വെബ് ക്യാമറ സംഭവങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ആപ്പിനെ കുറിച്ച് ഒരു ഗൂഗിൾ പേയിൽ ആപ്പ് ഉണ്ട് ഇതിൻ്റെ അപ്പോൾ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം ഇത് കൺട്രോൾ ചെയ്യണം അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം എന്തായാലും പിന്നെ ഹീലിയ ഈസിയർ സേഫർ ഗ്രീൻ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സിങ് ചെയ്യാം സീലൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ ഒരു ബുക്ക്ലെറ്റ് തന്നെ ഫസ്റ്റ് യൂസർ മാനുവൽ തരുന്നുണ്ട് നമുക്ക് ഇത്ര 3 യൂസർ മാനുവലാണ് തരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും ഹീലിയ സ്മാർട്ട് ആപ്പ് എന്നൊരു ആപ്പ് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കിട്ടും അപ്പോൾ അതിൽ നമുക്ക് ആദ്യം ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് എന്തായാലും അതിന് മുമ്പ് ഇതിൽ വേറെ ബോക്സിൽ വേറെ കാണുന്നില്ല ഇതാണ് നമ്മുടെ പ്ലഗ് വരുന്നത് നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തോന്നുന്നുണ്ട് ഇതൊരു സൂപ്പർ ബിൽഡ് ക്വാളിറ്റിയാണ് നല്ല ഹാർഡ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് ഈ സൈഡിലാണ് സ്വിച്ച് വരുന്നത് നമുക്ക് ഈ പെയർ ചെയ്യാനും സംഭവങ്ങളൊക്കെ പിന്നെ അതിൽ ഷട്ടർ നമുക്ക് ചൈൽഡ് ഷട്ടറും വരുന്നുണ്ട് അതുകൊണ്ട് പേടിക്കാനുള്ള സംഭവങ്ങളില്ല പിന്നെ 3 പിന്നാണ് വരുന്നത് അടിയിൽ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ സെറ്റപ്പിലേക്കും കാര്യങ്ങളൊക്കെ പോകാം അപ്പോൾ നമ്മുടെ ഹീലിയ സ്മാർട്ട് എന്നൊരു ആപ്പ് നമുക്ക് ആവശ്യമാണ് നമ്മുടെ ഈ സ്മാർട്ട് പ്ലഗ് വർപ്പിക്കാനും അപ്പോൾ നമ്മൾ ഹീലിയ സ്മാർട്ട് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഹീലിയ സ്മാർട്ട് അടിച്ചെടുത്താൽ അല്ലെങ്കിൽ ഹീലിയ അടിച്ചു കൊടുത്ത പ്ലേ സ്റ്റോറിൽ നമുക്ക് കിട്ടും ഒരു 56-57 MB ഒരു സൈസ് വരുന്നൊരു ഫയലാണ് വരുന്നത് അപ്പോൾ ഇത് ഓൾമോസ്റ്റ് നമ്മുടെ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇൻസ്റ്റാളേഷൻ്റെ സമയം വേണ്ടു അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലഗ് സംഭവമാണ് അപ്പോൾ ഇത് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ആങ്കറിൻ്റെ സർജ് പ്രൊട്ടക്ടർ ആയിരുന്നു ഇത് ഞാൻ മെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത് നല്ലൊരു സൂപ്പർ സാധനമുണ്ട് നമുക്കിപ്പോൾ എന്താ പറയുക USB ആയിട്ട് ഉപയോഗിക്കാൻ നമുക്ക് കണക്ഷൻ 3 കണക്ടറും ഉണ്ട് അപ്പോൾ നമുക്കിത് ഇൻസ്റ്റാളേഷൻ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് അപ്പോൾ ഞാൻ ലോഗിൻ ചെയ്യാൻ പറഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ ആദ്യമായിട്ടാണ് അപ്പോൾ നമ്മൾ സൈനപ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ സൈനപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാം അപ്പോൾ നമ്മൾ സൈനപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു എന്താ പറയുക ഒരു UI ആണ് കിട്ടുക നിങ്ങൾക്ക് ആഡ് ഡിവൈസ് കൊണ്ട് ഹീൽ ചെയ്യാൻ ബ്രാൻഡിങ് കൊടുത്തിട്ട് ഹോം സ്മാർട്ട് ഷോപ്പിംഗ് മീനായിട്ട് അപ്പോൾ നമ്മൾ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹീലിയയുടെ 12 വാട്ട് സ്മാർട്ട് ബൾബ് 9 വാട്ട് ഹീലിയയുടെ സ്മാർട്ട് പ്ലഗ് അപ്പോൾ നമ്മുടെ സംഭവം ഇതാണ് അപ്പോൾ നമുക്കിത് സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇത് കൊടുക്കണം നമുക്ക് നമ്മുടെ വൈഫൈയിലേക്ക് കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആപ്പ് അതിന് മുമ്പ് നമുക്കിത് പ്ലഗ് ഇൻ ചെയ്യാം എന്തായാലും നമ്മളിത് ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ വൈഫൈയിലേക്ക് ഒന്ന് കണക്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഒന്ന് കണക്ട് ചെയ്യട്ടെ
അപ്പോൾ ഞാൻ വൈഫൈൻ്റെ സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. ഇഫ് ദ ഇൻഡിക്കേറ്റർ ഇസ് ബ്ലിങ്കിങ് ഫാസ്റ്റ് കീപ് ദ റീസെറ്റ് ബട്ടൺ, പവർ ഓൺ, ഹാർഡ് റീസെറ്റ്, ഹോൾഡ് ദ റീസെറ്റ് ബട്ടൺ ഫോർ 5 സെക്കൻഡ് എന്നാണ്. അപ്പോൾ ഇത് ബ്ലിങ്ക് ചെയ്യുന്ന നോക്കാം. എന്തായാലും ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ലൈറ്റ് എവിടെയാണ് വരുന്നത്? സംഭവം ഇതിൻ്റെ ലൈറ്റ് എവിടെയാണ് വരുന്നതെന്ന് കാണാമല്ലോ. സൈഡിലാന്ന് തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും നോക്കട്ടെന്ന്. അത് നമ്മുടെ സ്വിച്ചുമേ തന്നെയാണ് ബ്ലിങ്ക് ചെയ്യുന്നത്. നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല, സൈഡിലാണ് സംഭവം ബ്ലിങ്ക് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൺഫേം കൊടുക്കാം. അപ്പോൾ അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഡിങ് ഡിവൈസ് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻഷുർ ദാറ്റ് വൈഫൈ ഇസ് ഗുഡ് എന്നൊക്കെ വന്നിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ ഡിവൈസ് പവർ ഓൺ ആണെന്നും കാണിക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റാണ് കാണിക്കുന്നത്, പക്ഷേ ഒരു 1 മിനിറ്റുള്ളിൽ സംഭവം സെറ്റപ്പായിട്ട് വരും. ഇതിൽ നമുക്ക് ഇവിടെ താഴെ കാണാം സ്കാൻ ഡിവൈസസ് രജിസ്റ്റർ ഓൺ ക്ലൗഡ് ഇനീഷ്യലൈസിങ് ദ ഡിവൈസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് സംഭവം ഇപ്പോൾ ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്. നമുക്കുണ്ട് രജിസ്റ്റർ ഇൻ ദ ക്ലൗഡ് എന്നിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡിവൈസ് കണക്ട് ചെയ്യാൻ വേണ്ടത് സംഭവം ആഡ് ആയിട്ടുണ്ട്. ഹീലിയ 10 ആംപിയർ സ്മാർട്ട് പ്ലഗ്. അപ്പോൾ കണക്ഷൻ്റെ സംഭവം നമുക്ക് ഈസിയാണ്. ഈ ഒരു വിഷമമുള്ള സംഭവമല്ല. അപ്പോൾ നമുക്ക് ഡൺ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മെയിൻലി എൻ്റെ BSNL FTHൻ്റെ റൂട്ടറല്ല മോഡമുണ്ടല്ലോ, ONT മോഡം, അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓഫാക്കി ഓൺ ചെയ്യാമല്ലോ, എവിടെ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാമല്ലോ. അപ്പോൾ നമുക്കിത് സംഭവം ഇടയ്ക്ക് ഓണാക്കാനും ഓഫാക്കാനൊക്കെ മറന്നു, ചിലപ്പോൾ കിടന്ന് കഴിഞ്ഞാൽ ഓർക്കുക. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് മൊബൈലുണ്ടെങ്കിൽ സുഖമാണല്ലോ, ഓഫ് ചെയ്യാനോ. അതുപോലെ നമ്മൾ പുറത്താണെങ്കിലും അപ്പോൾ ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ കൺട്രോൾ ചെയ്യാൻ നമുക്കൊരു മോഡം ശരിക്കും ഒരു സ്മാർട്ടാക്കി ഉപയോഗിക്കാമെന്നുള്ള സംഭവത്തിലാണ് ഞാനത് വാങ്ങിയത്. നിങ്ങൾ മോഡത്തിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ 10 ആംപിയറിൻ്റെ വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ 16 ആംപിയറിനാണ്. എന്നാലും നിങ്ങളുടെ യൂസ് അനുസരിച്ചിട്ട് നമുക്കിപ്പോൾ ഹെവി അപ്ലയൻസസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ 16 ആംപിയറിൻ്റെ വാങ്ങുക, അല്ലെങ്കിൽ 10 ആംപിയറിൻ്റെ വാങ്ങുക. എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ 2 മോഡലിൽ ലിങ്ക് കിട്ടും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് വാങ്ങാം കേട്ടോ. അപ്പോൾ ഇത് പവർ ഓൺ മോഡലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കണക്ട് ചെയ്ത് നോക്കണം. എന്ത് കണക്ട് ചെയ്യും? നമുക്ക് ലൈറ്റ് എന്തെങ്കിലും ഉള്ള സംഭവങ്ങൾ കണക്ട് ചെയ്യണം, എന്നാലും അറിയുള്ളൂ. അത് നമുക്ക് എന്തായാലും ഈ അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ട് അഡാപ്റ്ററിൽ ലൈറ്റ് ഉണ്ട്, അതുകൊണ്ട് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് അഡാപ്റ്റർ ഒന്ന് കണക്ട് ചെയ്യണം കണ്ടു. അപ്പോൾ അഡാപ്റ്ററിൽ ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ പവർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ആപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം തുടണ്ടല്ലോ. ഇനി നമുക്ക് നമ്മുടെ സംഭവം സ്മാർട്ടായി. അപ്പോൾ നമുക്ക് ഇനി ഇതോടെ കിട്ടിയാൽ ഒരു ഓഫ് ആവും സംഭവം കേട്ടോ. കണ്ടോ കിട്ടും. അപ്പോൾ നമ്മൾ ഓഫ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ഓഫ് ചെയ്തുകൊണ്ട് നമ്മുടെ പവർ യൂസേജ് കൂടുന്നില്ല കേട്ടോ, ഫുൾ പവർ കട്ടാവും അവിടെ. ഇത് ചിപ്പ് കൺട്രോളാണ് ഫുൾ. അപ്പോൾ നമ്മളിങ്ങനെ ഓഫ് ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഇങ്ങനെ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഉള്ളിലേക്ക് പവർ വരില്ല, അപ്പോൾ നമ്മുടെ പവർ യൂസേജ് കൂടുകയില്ല. അപ്പോൾ അത് വിചാരിച്ചാലും സംശയം നോക്കണ്ട. എനിക്ക് ആ ഫസ്റ്റ് സംശയം ഉണ്ടായിരുന്നു ആക്ച്വലി. നമ്മളിപ്പോൾ ഇങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പവർ യൂസേജ് ചെറുതായിട്ട് വലിക്കില്ല എന്നല്ല, പക്ഷേ അങ്ങനെ വലിക്കില്ല സംഭവം. ഇത് ഫുള്ളി കട്ട് ഓഫ് ആവും. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് നമ്മുടെ കറണ്ട് തീരെ പുറത്തേക്ക് വരില്ല. അപ്പോൾ തീരെ കറണ്ട് യൂസേജ് വരില്ല. നമ്മുടെ സ്വിച്ച് ഓഫ് ചെയ്ത പോലെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ വേണ്ട. പിന്നെ ഓൺ ആക്കണമെങ്കിൽ തന്നെ ഇവിടെ നമ്പർ മതി. ഒരു ചെറിയ സൗണ്ട് ഉണ്ട് ഇരുന്നത്, ഒരു ചെറിയ സ്പീക്കറുണ്ട് സൈഡിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഓൺ ആയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഷെഡ്യൂളിൻ്റെ ബട്ടൺ ഉണ്ട്. നമുക്ക് ടൈമർ വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് ഓഫ് ചെയ്യുക ഓൺ ചെയ്യുകയൊക്കെ ചെയ്യാം. നോട്ടിഫിക്കേഷൻ വരും, പവറും ചെയ്യാം, ഓണും ഓഫും ചെയ്യാം. പിന്നെ വേണ്ടത് നമുക്ക് ടൈമറാണ്. അത് നമുക്ക് എത്ര നേരം ഓൺ ചെയ്യണം, എത്ര നേരം ഓഫ് ചെയ്യണം, അങ്ങനെ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു 3 ഓപ്ഷൻസാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ നമുക്ക് ഹീലിയയുടെ വേറെ ആപ്സുകൾ ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ ആഡ് ചെയ്യാം. ഇതിൽ നമുക്ക് സ്മാർട്ട് ആപ്പ് ഉണ്ട്. നമുക്ക് ഓട്ടോമേഷൻ കൺട്രോളുള്ള വേണമെങ്കിൽ നമുക്ക് അലക്സ വെച്ചിട്ടൊക്കെ ഓട്ടോമേഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഷോപ്പിംഗ്, അവരുടെ കുറേ പ്രോഡക്റ്റ്സ് ആയിട്ടുള്ള സ്മാർട്ട് ബൾബ്സ്, സ്മാർട്ട് പ്ലഗ്, സ്മാർട്ട് റിമോട്ടുകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഷോപ്പ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് അവരുടെ ആപ്പിൽ തന്നെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ അവരുടെ വാട്സപ്പ് നമ്പർ, ഇമെയിൽ, ഫോണ്, പിന്നെ നമ്മുടെ സെറ്റിങ്സ്, നെയിം, അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. സർവീസ് സെൻറ്റർ, അതുപോലെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഇതിൽ ആപ്പുണ്ട്. അപ്പോൾ എന്തായാലും നല്ല സംഭവമാണ്. നമുക്ക് എന്തായാലും നിങ്ങളുടെ എന്തെങ്കിലും സംഭവം സ്മാർട്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നൊരു നല്ലൊരു സ്മാർട്ട് പ്ലഗാണ്. അത്യാവശ്യം ചീപ്പാണ്, ഉള്ള സംഭവത്തിൽ ചീപ്പാണ്, അതുപോലെ നല്ല ബെസ്റ്റുമാണ്. എന്ന് വെച്ചാൽ നല്ല റിവ്യൂ ഉള്ളതും നല്ലൊരു റേറ്റ് കുറഞ്ഞതും നമ്മുടെ ഹീലിയയുടെ പ്ലഗ് തന്നെയാണ് ഉള്ളത്. വിപ്രോൻ്റെയും അതുപോലെ ആമസോണിൻ്റെ ഒക്കെ 2000 രൂപയ്ക്കാണ്, 1999 രൂപയ്ക്കാണ് ആമസോണിൻ്റെ ഒക്കെ വരുന്നത്. അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹീലിയൻ്റെ തന്നെ നല്ലത്. പിന്നെ നല്ല റിവ്യൂ ആണ്, നല്ല ബ്രാൻഡ് തന്നെയാണ്, ഇന്ത്യൻ ബ്രാൻഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സ്മാർട്ട് പ്ലഗ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ലിങ്ക് കിട്ടും, ഡയറക്റ്റ് ബൈ ചെയ്യാം കേട്ടോ. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ കണ്ടുപോകുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമല്ലോ. അതുവരെ ബൈ ഫ്രണ്ട്സ്.